ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുകയാണ്. തന്ത്രപരമായ ഒരു സംയോജനം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഏതായാലും ഇന്ത്യ അതിനെ വളരെ സൂക്ഷ്മമായാണ് വിശകലനം ചെയ്യുന്നത്. നമ്മുടെ സിലിഗുരി ഇടനാഴികയിൽ നിന്ന് കഷ്ടിച്ച് 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലാൽ മോനിർ ഹട്ടിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വ്യോമതാവളം ഉണ്ട്. അത് വീണ്ടും വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ്. അതിന് പിന്തുണ നൽകുകയാണ് ചൈന. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ കാലം അത് പ്രവർത്തിക്കാതിരുന്നു. ആ വ്യോമത്താവളം ഇപ്പോൾ ചൈന സഹായിക്കുകയാണ് അത് പുനർനിർമ്മിക്കാൻ. പാകിസ്ഥാൻ കമ്പനികൾ അതിൽ പങ്കാളിത്തം ഏറ്റെടുക്കുന്നു എന്നാണ് വിവരം. അങ്ങനെയുള്ള ചില ഇൻ്റലിജൻസ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡാക്കയോ ബീജിങ്ങോ ഇതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ അങ്ങനെ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. മാർച്ചിൽ ബംഗ്ലാദേശിലെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ മുഹമ്മദ് യൂനസ് ചൈനയിൽ പോയിരുന്നു. ചൈന സന്ദർശന വേളയിൽ അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ലാൽ മോനിർ ഹട്ടിൻ്റെ ഒരു തന്ത്രപരമായ പ്രാധാന്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അത് വളരെ നിർണായകമാണ്. കാരണം ഈ വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ല നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ പശ്ചിമ ബംഗാളിലെ ജൽപൈഗുരി അതുപോലെ കുച്ച് ബെഹാർ തുടങ്ങിയ ജില്ലകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സിലിഗുരി ഇടനാഴികയുടെ അടുത്താണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ഈ അടുത്ത് മുഹമ്മദ് യൂനസ് പറഞ്ഞു. അപ്പോൾ അവർക്ക് സമുദ്രപ്രവേശനം വേണമെങ്കിൽ അതിൻ്റെ ഏക സംരക്ഷകൻ ബംഗ്ലാദേശാണ് എന്നൊക്കെ അദ്ദേഹം അടിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ്, ഇടക്കാല സർക്കാരിൻ്റെ ആണെങ്കിലും മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിൻ്റെ ഈ പ്രസ്താവന അത് ഇന്ത്യ വളരെ ഗൗരവത്തിലാണ് എടുത്തത്. ഇന്ത്യയിൽ നിന്ന് ചില രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അത് വഴിവെച്ചു. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒരു തന്ത്രപരമായ കരുവാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇതിനെ മണിപ്പൂരിൻ്റെ മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറഞ്ഞത്. യൂനസിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഈ സിലിഗുരി ഇടനാഴികയെ ചുറ്റിപ്പറ്റി എപ്പോഴും ഇങ്ങനെ ഒരു നിരന്തരമായ ഒരു ദുർബലത ആഖ്യാനം അവർ നടത്തുന്നു എന്ന് അസം മുഖ്യമന്ത്രി ആയ ഹിമന്ത ബിശ്വ ശർമ്മയും വിമർശിക്കുന്നു. പേഴ്സിസ്റ്റൻ്റ് വൾണറബിലിറ്റി നറേറ്റീവ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ നെക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ സിലിഗുരി കൊറിഡോർ എന്ന് പറയുന്ന ഈ ചിക്കൻ നെക്കിൻ്റെ പ്രാധാന്യം എന്താണ് എന്നത് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. സിലിഗുരി ഇടനാഴിക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പശ്ചിമ ബംഗാളിലെ ഷിലിഗുരി നഗരത്തിൽ നിന്ന് അതിന് ചുറ്റുമുള്ള ഒരു പ്രദേശത്തെയാണ് നമ്മൾ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. അവിടെ അത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു മാർഗമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴികയാണ്. അത് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വരുമ്പോഴേക്കും അത് ഏതാണ്ട് ഒരു 20-22 കിലോമീറ്റർ മാത്രമേ അതിൻ്റെ നീളമുള്ളൂ എന്നതാണ് അതിലെ ഒരു കാര്യം. അപ്പോൾ ആ ഇടനാഴിക വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളെ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് ഭാഗവുമായി ബന്ധിപ്പിക്കുന്നു. ഈ ഇടനാഴിക്ക് സമീപത്തായി നേപ്പാൾ വരുന്നു, ബംഗ്ലാദേശ് മറുവശത്ത് വരുന്നു. അപ്പോൾ ഇടനാഴിയുടെ ഇരുവശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു നേപ്പാളും അതുപോലെ ബംഗ്ലാദേശും. ഭൂട്ടാൻ ഇടനാഴിയുടെ വടക്കേ അറ്റത്താണ്. സിക്കിം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് അത് ഒരു വടക്കേ അറ്റത്ത് നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോൾ നമുക്ക് ഗുണകരമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഈ ഷിലിഗുരി നഗരം ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, സിക്കിം, ഡാർജിലിംഗ് അങ്ങനെ വടക്ക് കിഴക്കൻ ഇന്ത്യ ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഭൂപ്രദേശമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യൻ സൈന്യം വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ പ്രദേശത്തെ നോക്കിക്കാണുന്നത്. ഷിലിഗുരി ഇടനാഴിക സൈന്യം വളരെ ശക്തമായ പ്രതിരോധം അവിടെ തീർത്തിട്ടുണ്ട്. ഒരു വലിയ പ്രതിരോധ രേഖ എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. അവിടെ ഷിലിഗുരിയിൽ ഇന്ത്യൻ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഈ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും ഒക്കെ ഈ ചൈനയുമായുള്ള അതിർത്തി കൈകാര്യം ചെയ്യുന്നു. നേപ്പാൾ ഭൂട്ടാൻ അതിർത്തിയിൽ നമ്മുടെ സശസ്ത്ര സീമാ ബൽ അഥവാ നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് അവിടെ സുശക്തമായി കൈകാര്യം ചെയ്യുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അസം റൈഫിൾസ്, പാരാമിലിറ്ററി ഫോഴ്സുകൾ ഒക്കെ അവിടെ ശക്തമായി ഉണ്ട്. അതുപോലെ പശ്ചിമ ബംഗാളിലെ പോലീസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന പോലീസുകളും ഈ പ്രദേശത്തെ വളരെ ഒരു ഗൗരവത്തോടെയാണ് കാണുന്നത്. അവിടെ ഈ സ്ട്രിപ്പിൽ എപ്പോഴും പെട്രോളിംഗ് നടത്തുന്നു എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. 1971 ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ഈ ഇടനാഴിക നമുക്ക് ആദ്യം ഒരു സുരക്ഷാ ഭീഷണിയായിരുന്നു. കാരണം അത്
പാകിസ്ഥാനായിരുന്നല്ലോ ബംഗ്ലാദേശ്, ഇന്നത്തെ ബംഗ്ലാദേശ് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ആ സാഹചര്യം മാറി അവിടെ ബംഗ്ലാദേശ് വന്നപ്പോൾ അവിടെ നമ്മുടെ സുരക്ഷാ ഭീഷണി കുറഞ്ഞു എന്നാണ് നമ്മൾ അന്ന് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴത് വീണ്ടും ചർച്ചയാവുകയാണ്. നേരത്തെ ഈ പ്രദേശം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, അതായത് നമ്മുടെ ആ ഭാഗം തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന ചില വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നറിയപ്പെടുന്ന ഉൽഫ, അതുപോലെ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് NSCN, ഇവരൊക്കെ ആ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനും ഒക്കെ പലതരം ശ്രമങ്ങൾ നടത്തിയതൊക്കെയായി അന്ന് മുമ്പൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഈ ചൈനീസ് മുന്നേറ്റത്തിൻ്റെ ഭീഷണി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ പ്രദേശത്ത് എപ്പോഴും ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഏതാണ്ടൊരു 50 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും എന്ന ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോൾ വലിയ ആശങ്ക ഈ വിഷയത്തെക്കുറിച്ച് വന്നു. 2017 ദോക്ലാം സംഭവത്തിലും ഈ ഇടനാഴിയുടെ സുരക്ഷാ ഭീഷണി വലിയ തോതിൽ ചർച്ചയായി. അപ്പോൾ ഷിലിഗുരി ഇടനാഴി സൈന്യത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനമാണ് അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. കരസേനയുടെ ത്രിശക്തി കോർ ഈ പ്രദേശത്തിന് വളരെ തന്ത്രപരമായ ഒരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ അതിനു വേണ്ട നടപടികൾ ചെയ്യുന്നു. സിലിഗുരി ഇടനാഴിയുടെ സുരക്ഷയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈലിൻ്റെ റെജിമെൻറ്റ് അവിടെയുണ്ട്. ഹസിമാര വ്യോമസേന സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ യുദ്ധവിമാനത്തിൻ്റെ ഒരു സ്ക്വാഡ്രൻ അവിടെയുണ്ട്. ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് അങ്ങനെ ചൈനീസ് വിമാനങ്ങളുടെ ഒരു ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ വന്നാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും അവിടെ തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിലിഗുരി ഇടനാഴിക്ക് പിന്നെ അടുത്തായി ഒരു സൈനിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ ഈ ശ്രമം നടക്കുമ്പോൾ അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും എന്നാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അപ്പോൾ അത്തരം ഒരു നീക്കം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും അതിന് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഈ ചിക്കൻ നെക്ക് കൂടുതൽ ചർച്ചാ വിഷയമാകുന്നു. അവിടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് രാജ്യം തിരിച്ചറിയുന്നു.